പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മുൻ AEW റെസ്ലേഴ്സ് ആയിരുന്ന ലൂച്ച ബ്രോസ് എന്ന് പറയുന്ന ടാഗ് ടീം WWE കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. PWN എന്ന് പറയുന്ന നിലവിലെ ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചും ഫൈറ്റ്ഫുൾ സെലക്ട് ഈ ഒരു റിപ്പോർട്ടിനെ പിന്തുടർന്നുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ലൂച്ച ബ്രോസ് WWE ഒരു മൾട്ടി ഇയർ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലൂച്ച ബ്രോസ് ഡയറക്റ്റ് മെയിൻ റോസ്റ്ററിലേക്ക്, അതായത് സ്മാക്ക് ഡൗണോ അല്ലെങ്കിൽ റോ, ഈ രണ്ട് ബ്രാൻഡുകളിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും അവരുടെ ഡെബ്യൂ നടത്താൻ പോകുന്നത് എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിലും AEWയിലും ഏറ്റവും പ്രശസ്തരായ ടാഗ് ടീമുകളിൽ ഒന്നാണ് ഈ ലൂച്ച ബ്രോസ് എന്ന് പറയുന്നത്. ഫിനിക്സ് എന്ന് പറയുന്നത് റെസ്ലിംഗിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ റെസ്ലിംഗ് മൂവുകൾ സെൽ ചെയ്യുന്ന ഒരു റെസ്ലർ കൂടിയാണ്. ഹൈ ഫ്ലൈയിങ് തരത്തിലുള്ള മത്സരങ്ങളായിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മെയിൻ റോസ്റ്ററിലും ഇനി NXTയിലേക്ക് പോകുകയാണെങ്കിൽ NXTയിലും കാണാൻ സാധിക്കുക. ലൂച്ച ബ്രോസ് WWE ടാഗ് ടീം ഡിവിഷനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ടീമുകളിൽ ഒന്നായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് മുൻ WWE യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനൊക്കെ ആയിരുന്ന റൂസേവ് AEWയിലേക്ക് പോയി മിറോ എന്ന റിംഗ് നെയിമൊക്കെ സ്വീകരിച്ച് അവിടെ TNT ചാമ്പ്യനായി മാറിയ താരം WWEയിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ ഒരു സൂചന നിലവിൽ നൽകുന്നുണ്ട്. അതായത് AEWയിൽ നിന്ന് റിലീസ് മിറോ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ഫൈറ്റ്ഫുൾ സെലക്ട് ആണ്. കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് മിറോ എന്ന് പറയുന്ന റെസ്ലറിനെ ടോണി ഗാൻ്റെ AEW യൂസ് ചെയ്തിരുന്നില്ല. മിറോയെ TNT ചാമ്പ്യനാക്കി ഒരു സമയത്ത് ഭയങ്കര പുഷ് കൊടുത്തു എന്നുണ്ടെങ്കിലും അതിനുശേഷം മിറോയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറിയും അവർ കൊടുത്തിരുന്നില്ല. ഇടയ്ക്ക് ഒരു സ്റ്റോറിയൊക്കെ കൊടുക്കുന്ന പോലെ കാണിക്കും, പെട്ടെന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് കൊടുക്കാതെ അവർ അവിടം കൊണ്ടും ഇവിടം കൊണ്ടും അവസാനിപ്പിക്കുന്ന രീതിയിൽ ആ മാച്ചുകളൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ച് താരത്തെ മാറ്റി നിർത്തും. ഇടയ്ക്കൊരു ഇഞ്ചുറിയും മിറോയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റിക്കവറി എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള TV ടൈമോ സ്റ്റോറിയോ താരത്തിന് കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിറോ AEWയിൽ തുടർന്ന് കൊണ്ടുപോകാൻ അധികം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിക്കവാറും AEW മിറോയെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂസേവ് എന്ന പഴയ റിംഗ് നെയിമിലൂടെ, പഴയ ആ ഒരു ബൾഗേറിയൻ ക്യാരക്ടറിലൂടെ WWEയിലേക്കുള്ള ഒരു വമ്പൻ തിരിച്ചുവരവ് ഈ ഒരു പവർ ഹൗസ് റെസ്ലർ നടത്താൻ സാധ്യത കൂടുതലാണ്. റൂസേവ് WWEയിലേക്ക് തിരികെ വരുന്നതിനെ സ്മരിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് WWE മിഡ് കാർഡ് ഡിവിഷനിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ്. PW എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ വുമൻസ് ഡിവിഷന് വേണ്ടി മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരാൻ WWE ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മെൻസ് മിഡ് കാർഡ് ടൈറ്റിലുകളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെയും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെയും വിമൻസ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു മിഡ് കാർഡ് ടൈറ്റിലുകളായിരിക്കും മിക്കവാറും WWE ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് US ടൈറ്റിലിനും ഇന്റർ കോണ്ടിനെന്റൽ ടൈറ്റിലിനും കൊടുക്കുന്ന ആ ഒരു പ്രസക്തിയും ആ ഒരു രീതിയിലുള്ള പുഷും അതായിരിക്കും ഈ സ്റ്റോറി ലൈന് അവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പുകളുടെ പേര് ഇങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ വുമൻസിൻ്റെ മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് 2 ടൈറ്റിലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിഡ് കാർഡിന് പറ്റിയ ഒട്ടനവധി സ്റ്റോറി ലൈനുകൾ നിലവിൽ സ്മാക്ക് ഡൗണിലും റോയിലും നടക്കുന്നുണ്ട്. ചിലപ്പോൾ വുമൻസിൻ്റെ ടാഗ് ടീം ടൈറ്റിൽ WWE നിർത്തിയേക്കാം എന്നുള്ളൊരു റൂമറും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. വുമൻസിൻ്റെ മിഡ് കാർഡ് ടൈറ്റിൽ വരും എന്നുള്ളത് ഏകദേശം ഒരു 80% ഉറപ്പായിട്ടുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് WWE സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. റസിൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ അവരുടെ ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയ ഒരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് ജനുവരി മാസത്തോടു കൂടി 3 മണിക്കൂറിലേക്ക് കടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അതായത് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുമ്പോൾ USA നെറ്റ്വർക്കിൽ അമേരിക്കയിൽ സ്മാക്ക് ഡൗൺ മാത്രമായിരിക്കും അവിടെ എയർ ചെയ്യാൻ പോകുന്നത്. വർഷങ്ങളായി റോ USA നെറ്റ്വർക്കിലായിരുന്നു അവർ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ റോ ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലേക്ക് ജനുവരി 2025 കൂടി കൂടുമാറുമ്പോൾ 1 മണിക്കൂർ സ്മാക്ക് ഡൗണിന് അധികം കൊടുക്കാം, സ്മാക്ക് ഡൗണിന് കുറച്ചും കൂടി പ്രസക്തി ഉണ്ട് എന്നുള്ളത് USA നെറ്റ്വർക്ക് മനസ്സിലാക്കുകയും ആ 1 മണിക്കൂർ സ്മാക്ക് ഡൗണിന് കൊടുക്കുന്നതോടുകൂടി 2 മണിക്കൂർ സ്മാക്ക് ഡൗൺ എന്ന ഷോ അത് 3 മണിക്കൂറായി ജനുവരി മാസത്തോടു കൂടി മാറാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്ന റോ എപ്പിസോഡ് 3 മണിക്കൂറായിട്ട് തന്നെ തുടരാൻ സാധ്യത ഉണ്ടെന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. ഒക്ടോബർ മാസം തൊട്ട് ഈ ഡിസംബർ അവസാന റോ എപ്പിസോഡ് വരെ 2 മണിക്കൂർ മാത്രമായിട്ടായിരിക്കും റോ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് അടുത്ത മാസം മുതൽ. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുമ്പോൾ 3 മണിക്കൂറായിട്ട് തന്നെയായിരിക്കും റോ എയർ ചെയ്യാൻ പോകുന്നത് എന്നും സ്മാക്ക് ഡൗണും അതിൻ്റെ കൂടെ 3 മണിക്കൂറായിരിക്കും എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് റസിൽ വോട്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്മാക്ക് ഡൗണിനെ സംബന്ധിച്ചുള്ള ഒരു ഹ്യൂജ് അപ്ഡേറ്റ്. സ്മാക്ക് ഡൗണിൻ്റെ മിഡ് കാർഡിനെ സംബന്ധിച്ച് അവരുടെ ഒരു
TV ടൈം കൂടും. നല്ല സ്റ്റോറി ലൈനുകളിൽ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺ സിനയെ സംബന്ധിച്ചാണ്. ജോൺ സിനയുടെ അവസാന എതിരാളിയായി വരാൻ സാധ്യത ഉള്ളതായിട്ടുള്ള ഒരു റൂമർ നമുക്കിപ്പോൾ ലഭിക്കുന്നത് റസൽ വേർഡ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ്. അവരുടെ പോഡ്കാസ്റ്റിൽ അവർ പങ്കുവെക്കുന്നത് അനുസരിച്ച് സെലിബ്രിറ്റിയും WWE പാർട്ട് ടൈം റെസ്ലറുമായ ലോഗൻ പോളും ജോൺസിനെയും തമ്മിലുള്ള ഒരു സ്റ്റോറി ജോൺസിനയുടെ റിട്ടയർമെൻറ്റിൻ്റെ ടൂർ ഭാഗമായിട്ട് 2025 നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ജോൺസിനോ വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള മത്സരത്തിൽ ജോൺസിനേക്കാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. ഈ സ്റ്റോറി ലൈൻ്റെ ഒരു അപ്ഡേറ്റ് ആയി റസൽ വേർഡ്സ് പങ്കുവെക്കുന്നത് ക്രിയേറ്റീവ് ടീമിന് ഈ സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ട്. കൂടാതെ ജോൺസിനേക്കും ലോഗൻ പോളിനെതിരെ സ്റ്റോറി ചെയ്യാൻ താല്പര്യമുണ്ട്. ലോഗൻ പോളിനും തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായി നിൽക്കുന്ന വ്യക്തികളാണ്. അതായത് ജോൺസിന WWE ഫുൾ ടൈം ആക്റ്റീവായി നിന്നിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പീക്ക് ലെവൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോഗൻ പോൾ ആണെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൂടെ ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അവരുടേതായ ഭാഗങ്ങളിൽ ഒരു പീക്ക് ലെവൽ പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന രണ്ട് പേര് ഏറ്റുമുട്ടുമ്പോൾ അത് കിടിലൻ ഒരു സ്റ്റോറി ലൈൻ കൂടി ആകുമ്പോൾ നല്ലൊരു ശ്രദ്ധ, നല്ലൊരു അറ്റൻഷൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവർക്ക് എറീനയിലേക്ക് എത്തിക്കുന്ന ആളുകൾക്കിടയിലും ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് WWE ഇപ്പോൾ ഉന്നം വെക്കുന്നത്. ജോൺസിന വേഴ്സസ് ലോഗൻ പോൾ തമ്മിലുള്ള മത്സരം വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ജോൺസിന ആ മത്സരത്തിൻ്റെ അവസാനം ഒരു ആധിപത്യം നേടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.